ഹായ്, നമ്മളിന്ന് ടാൻഡം ബോക്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വയർ ബാസ്ക്കറ്റുകളാണ് മുമ്പ് കിച്ചൺ വർക്കുകളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടാൻഡം ബോക്സുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. വയർ ബാസ്ക്കറ്റ് ഉപയോഗിക്കുന്നവരും ഉണ്ട്, ടാൻഡം ബോക്സുകളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാൻഡം ബോക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് പല സൈസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ അലൂമിനിയത്തിലാണ് ഇപ്പോൾ ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലിം ടാൻഡം ബോക്സാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ വിഡ്ത്താണ്. അതിൻ്റെ വിഡ്ത്ത് നമുക്ക് 60, ഇവിടെ ഇന്നർ അളവാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ക്യാബിൻ സൈസിൻ്റെ ഇന്നർ അളവ്. അപ്പോൾ അത് 90 സെൻറ്റിമീറ്ററിലും ചെയ്യാം, 60ലും ചെയ്യാം, ഏത് അളവിലും വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 90ലും 60ലുമാണ് അതിൻ്റെ ആക്സസറീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് 60-90 അളവിൽ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് ഫ്രെയിമിന് കറക്റ്റ് ലെവലായിട്ട്, കൃത്യം ലെവലായിരിക്കണം. അത് സ്ക്വയർ ഔട്ട് ആവാൻ ഒരു കാരണവശാലും സ്ക്വയർ ഔട്ട് ആവാൻ പാടില്ല. അങ്ങനെ മാർക്ക് ചെയ്ത് അതിൽ ഒരു പാർട്ടീഷൻ കൊടുക്കുക. നമ്മളിപ്പോൾ ബോർഡിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് രണ്ട് സൈഡും ബോർഡ് കറക്റ്റ് ചെയ്ത് മെഷർമെൻറ്റ് സ്ക്വയർ ഔട്ട് ഒന്നും വരാത്ത രീതിയിൽ കറക്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ലൈഡർ വരുന്നത്. അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോറിൽ ടൈൽസാണ് ഇട്ടേക്കുന്നത്. അപ്പം ഫ്ലോറിന് ചെറിയ ഹൈറ്റ് വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടോപ്പ് വാട്ടർ ലെവൽ ചെയ്തേക്കുന്നത്, ടോപ്പിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് അത് ട്രൈ സ്ക്വയർ വെച്ച് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മെഷർമെൻറ്റ് കൃത്യം ആയിരിക്കണം. എല്ലാ മെഷർമെൻറ്റുകളും നമ്മൾ കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് തന്നെ ചെയ്യണം. കാരണം ചെറിയ അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ഇത് പ്രോപ്പറായിട്ട് സോഫ്റ്റ് ക്ലോസിംഗ് ഒന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഈ റിലീസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ ഈ ട്രാക്കിലേക്ക് നമ്മുടെ ടാൻഡം ബോക്സിൻ്റെ സൈഡ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഊരിയെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ജസ്റ്റ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ലോക്ക് ആവും. പക്ഷേ ആ ക്ലിപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനം നമുക്ക് ആദ്യം ഫിറ്റ് ചെയ്യാം രണ്ട് സൈഡിലും. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാം. അപ്പം ഫ്ലോറിൽ മുട്ടാത്ത രീതിയിൽ ആണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു 5 mm പൊക്കി വെച്ചാൽ മതി. പിന്നെ ഇത് ഫ്രണ്ട് ഫിനിഷ് ചെയ്തിട്ട് അതൊരു ഫ്രെയിമുമായിട്ട് ഒരു 1 mm വലിഞ്ഞകത്തേക്ക് നിൽക്കുന്ന 1 to 2 mm വലിഞ്ഞകത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ക്ലോസിങ് കഴിയുമ്പോൾ പക്കായിട്ട് അടഞ്ഞെടുക്കും. ഇപ്പോൾ നമ്മൾ സൈഡ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അളവൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് വർക്കിംഗ് ആണ്, നിലവിൽ എല്ലാം ഓക്കെയാണ്. പിന്നെ ഇപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബോട്ടം ബോർഡ് ചെയ്യണം. അപ്പോൾ അത് നേരെ, അതായത് സ്ട്രൈറ്റായിട്ട് അത് നമ്മൾ രണ്ട് സൈഡും പിടിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ഇന്നറിലെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ അതും ഷാർപ്പായിരിക്കണം. കൃത്യം മെഷർമെൻറ്റ് എടുക്കുക. ഒരു 1 mm അതിൽ നിന്ന് കുറച്ചിട്ട് അതിൻ്റെ ബോർഡ് കട്ട് ചെയ്ത് ഇടുക. അപ്പോൾ അതിൻ്റെ ട്രാക്കുണ്ട്, ചെറിയൊരു ട്രാക്കുണ്ട്. ആ ട്രാക്കിലേക്ക് നമുക്ക് കയറ്റിയിട്ടാൽ മതി. കറക്റ്റ് കട്ട് ചെയ്തിട്ട് കയറ്റിയിടുക. അത് മൾട്ടിവുഡ് അല്ലെങ്കിൽ HDHMR അങ്ങനത്തെ ബോർഡുകളും പ്രീലാമിനേറ്റഡ് ബോർഡ് അല്ലെങ്കിൽ മൾട്ടിവുഡൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മൾട്ടിവുഡ് ആകുമ്പോൾ കുറച്ച് വെയിറ്റ് കുറവായിരിക്കും. സ്ക്രൂ ഹോൾഡിംഗ് ഉള്ള മൾട്ടിവുഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാകുമ്പോൾ മൾട്ടിവുഡ് ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ ഇത് ഓക്കെയാണ്, വർക്കിംഗ് ആണ്, ഓക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് അടിയിൽ നിന്ന് സ്ക്രൂ ചെയ്യണം. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് നമുക്കൊരു 5 cm വരെ കൂട്ടിയിടുന്നതിന് കുഴപ്പമില്ല. ജസ്റ്റ് ഒരു 2 cm കൂട്ടിയിട്ടാലും മതി. ഒരു ജസ്റ്റ് സ്പേസ് ഉണ്ടെങ്കിൽ കുറച്ച് കൂട്ടിയിടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് സ്ക്രൂ ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലൊരു കാരണവശാലും ഇടിച്ച് കയറ്റരുത്. അതിൻ്റെ 16 mm തിക്നെസ്സാണ് അതിന് ഗ്രൂവിന് വരുന്നത്. അപ്പോൾ അതിന് 16 mm കൂടുതലുള്ള ബോർഡാണ്. ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ അളവിലേക്ക് ഫ്രീ ആയിട്ട് കയറുന്ന രീതിയിൽ വേണം കയറ്റാനായിട്ട്. അതല്ലാതെ ഇടിച്ച് കയറ്റി അങ്ങനെ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് പ്രോപ്പർ ആകത്തില്ല. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇട്ട് നോക്കാം, വർക്കിംഗ് ആണോ അല്ലയോ ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഇതിങ്ങോട്ട് വലിച്ച് വെച്ചിട്ട് വെറുതെ നേരെ അങ്ങ് ഇടുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ലോക്കാവും. ഫുള്ള് ലോക്കായിട്ടുണ്ട്. അപ്പം വർക്കിംഗ് സ്മൂത്താണ്, ഓക്കെയാണ്. മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പോൾ നിലവിൽ സോഫ്റ്റ് ക്ലോസിംഗ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ബോർഡുകളും സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് ബോർഡ് ചെയ്യണം. ഇനി അടുത്തത് നമ്മുടെ ബാക്ക് ബോർഡാണ്. ബാക്ക് ബോർഡ് ഇതേപോലെ തന്നെ നമ്മൾ ലെവൽ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പുണ്ട്, ഒരു എൽ ഷേപ്പിലൊരു സ്റ്റെപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ രണ്ട് സൈഡിലും ലെവൽ ചെയ്ത് വെച്ചുകൊണ്ട് ആ മെഷർമെൻറ്റ് എടുത്തിട്ട് അതും കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്യണം. അത് നമുക്ക് ബോർഡിൻ്റെ അടിയിൽ നിന്നും സ്ക്രൂ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഈ നമ്മൾ ചാനലിൽ തന്നെ സ്ക്രൂ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്, അതിൽ നിന്നും സ്ക്രൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ് ആവും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഫേസ് പിടിപ്പിക്കലാണ്. അപ്പോൾ അതിൽ ഇതേപോലൊരു ക്ലിപ്പ് ഉണ്ടാകും നമുക്ക്. അപ്പോൾ ആ ക്ലിപ്പ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാകും. ഇവിടെ ഒരു 2-3 സ്ക്രൂ ഉണ്ട്, പല അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു പ്ലേറ്റിൽ ഹോൾ ചെയ്തൊരു സ്ക്രൂ ഉണ്ടാകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം റിലീസ് ചെയ്യാൻ പറ്റും.
അത് ജസ്റ്റ് തിരിച്ചിട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരി വരും ഈസി ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പൊക്കി വെച്ചിട്ട് നേരെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലോക്കാവും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. നമ്മൾ ഇത് കറക്റ്റായിട്ട് കയറ്റിയിട്ടതിന് ശേഷം ജസ്റ്റ് ഒരു സിലിക്കൺ ഡോട്ട് 2 ഹോളിലും മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഇത് ഫുള്ള് കയറ്റിയിടരുത്. ഒരു 1/4 ഭാഗം കയറ്റിയിട്ട് ഒരു 3 mm ഒരു 4 mm എങ്കിലും വെളിയിൽ നിൽക്കുന്ന രീതിയിൽ കയറ്റിയിട്ടിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ വെക്കേണ്ട ഫേസ് നമ്മൾ കൃത്യമായിട്ട് വെച്ച് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാനൊക്കെ ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ 4 ഹോളിൻ്റെ മാർക്കിങ്ങും വീണിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കത് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് മെഷർമെൻറ്റിലൊന്നും വ്യത്യാസം വരാതെ നോക്കുക. അത് കൃത്യമായിട്ട് തന്നെ വെച്ചിട്ട് അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ അത് ഫിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ തിരിച്ച് കയറ്റിയിട്ടാൽ മതിയാവും. അപ്പോൾ ഇതിൽ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇത് ഫേസ് ഇതിൻ്റെ ടാൻഡം ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഈ ലോക്ക് റിലീസ് ചെയ്യുന്ന പൊസിഷനിൽ വേണം വെക്കാൻ. ആ പട്ട എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് വെക്കണം. ഇനി കയറുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പ്രസ് ചെയ്താൽ മതി, ഈസി ആയിട്ട് കയറും. അപ്പോൾ സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റാണ്, മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, ഹൈറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെയാണ്. പിന്നെ നമുക്കിതിൽ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പിലായിട്ടൊരു സ്ക്രൂ ഉണ്ട്. അത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു PVC സ്ക്രൂ ഉണ്ട്. ആ PVC സ്ക്രൂ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഈ ക്ലിയറൻസിൻ്റെ ഡോറുമായിട്ടുള്ള ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാടൊന്നും മാറില്ല. മാക്സിമം ഒരു 3 mm വരെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പട്ടയിലുള്ള ഹോളിങ്, അതാണ് റിലീസ് ചെയ്യാൻ വേണ്ടി. അത് ജസ്റ്റ് പൊക്കിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഫേസ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്തിട്ട് വലിക്കുക, തിരിച്ച് കയറ്റിയിടാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇത് പൊക്കവും താത്തവും ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ മുറുക്കി കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങത്തില്ല. ആ പൊസിഷനിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എല്ലാ ബോക്സുകളും ഇപ്പോൾ ഇതിൽ നമുക്ക് 2 എണ്ണത്തിൻ്റെ വലിയ 8 ഇഞ്ചിൻ്റെ ആകുമ്പോൾ നമുക്ക് ഡബിൾ ലോക്കിങ്ങുള്ള ക്ലിപ്പായിരിക്കും വരുന്നത്. അപ്പോൾ അതിലും അതിന് പൊസിഷനുണ്ട്. അപ്പോൾ ആ പൊസിഷൻ നോക്കിയിട്ട് വേണം അതിടാനായിട്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്, അതായത് ഈ PVC സ്ക്രൂ വരുന്ന ഭാഗം മേളിലായിട്ടായിരിക്കും വരുന്നത്. അത് എവിടെയാണോ നമുക്ക് ഹോള് കിടക്കുന്നത്, അതിൻ്റെ മെക്കാനിസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ സ്ഥലത്ത് വേണം ഇടാൻ. തിരിച്ചിട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. നമുക്ക് ഇപ്പം നമ്മുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്, വർക്കിംഗ് ഒക്കെ പെർഫെക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ് വരുന്നുണ്ട്. അത് നമ്മുടെ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന പൊസിഷനിൽ വെറുതെ ക്ലിപ്പ് ചെയ്തിടുന്ന ലോക്ക് ചെയ്തിടുന്നൊരു സംഭവമാണ്. ജസ്റ്റ് വെച്ച് പ്രസ് ചെയ്താൽ മതി. അതിന് ലോക്കുണ്ട്. ആ ലോക്ക് നോക്കിയിട്ട് വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്, കിച്ചൻ്റെ വർക്ക് ഇതായിരുന്നു. ഈ സൈഡിലേക്കാണ് നമ്മൾ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തത്. ഇത് ടോട്ടൽ നമ്മൾ പ്ലൈവുഡ്, അലൂമിനിയം അങ്ങനെ ഒരു മിക്സഡ് കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത്. HDHMR, പ്ലൈവുഡ്, അലൂമിനിയം, ഗ്ലാസ്, അങ്ങനെ മെറ്റീരിയൽ ടോട്ടലായിട്ടൊരു മിക്സ് ചെയ്തൊരു കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.